ലാൽ സലാം മോഹൻലാൽ നായകനെത്തുന്ന വൃഷഭ ഇതാ എത്തുകയാണ് തിയേറ്ററുകളിലേക്ക്. 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കുന്നു ഈ ഒരു സിനിമ എത്താനായിട്ട്. വമ്പൻ ബഡ്ജറ്റിൽ വരുന്ന ഈ ഒരു സിനിമയ്ക്ക് പ്രത്യേകിച്ച് വലിയ രീതിയിലുള്ള ഹൈപ്പോ എന്നാൽ വലിയ രീതിയിലുള്ള പബ്ലിസിറ്റിയോ ഒന്നും നമുക്ക് കാണാനില്ല എന്നുള്ളതാണ്. സിനിമയുടെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്തു. കേരളത്തിലുൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ ബുക്കിംഗ് 2 ദിവസങ്ങൾക്ക് മുമ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നു. ഇതുവരെ നമുക്ക് ലഭിച്ച കണക്കുകൾ പ്രകാരം സിനിമയ്ക്ക് 5 മണിക്കൂറുകൾക്ക് മുമ്പ് ഉള്ള കണക്കാണ് പറയുന്നത്. ഗ്രോസ് ആയിട്ട് 7.87 ലക്ഷം രൂപയാണ് വന്നിരിക്കുന്നത്. 5929 ടിക്കറ്റുകൾ വിറ്റുപോയി. 11% ഒക്യുപ്പൻസിയായി വന്നിരിക്കുന്നത്. വൃഷഭ മലയാളം, തെലുങ്ക്, ഹിന്ദി ഭാഷകളിൽ വരുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഒരു പീരീഡ് ഡ്രാമയായിട്ടാണ് ഈ ഒരു സിനിമ വരുന്നത്. എന്നാലും വരുന്ന ദിവസങ്ങളിൽ സിനിമയ്ക്ക് വലിയ രീതിയിലുള്ള ബുക്കിംഗ് കയറും എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് 2 മണിക്കൂറിന് മുമ്പ് ലഭിച്ച ഒരു കണക്കിലേക്ക് വരാം. സിനിമയുടെ ബഡ്ജറ്റ് 70 കോടി എന്നുള്ളതാണ് ഇപ്പോൾ പുറത്ത് വരുന്ന കണക്കുകൾ. ഫസ്റ്റ് ഡേ 20 കോടിക്ക് മുകളിൽ ഉണ്ടാകും എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ പുറത്ത് വരുന്ന ആ ഒരു റേഞ്ചാണ് അവരെല്ലാവരും എക്സ്പെക്റ്റ് ചെയ്യുന്നത്. ബുക്ക് മൈ ഷോയിൽ തന്നെ 100Kക്ക് മുകളിലാണ് അതിൻ്റെ ഇൻട്രസ്റ്റ് നമുക്ക് നടക്കാൻ കഴിയുന്നത്. എന്തായാലും ഈ ഒരു സിനിമ വലിയ വിജയമാകും. മോഹൻലാൽ തുടരെ വിജയമായി നിൽക്കുന്ന ആ ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമയ്ക്കും വലിയ വിജയമാകും എന്നുള്ളത് തന്നെയാണ്. കേരളത്തിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നമുക്ക് ഇപ്പോൾ ലഭ്യമായ വെറും അരമണിക്കൂറിന് മുമ്പ് ലഭ്യമായ ഒരു അപ്ഡേറ്റ് പറയാം. 6 ലക്ഷം കഴിഞ്ഞിരിക്കുന്നു. 204ഓളം ഷോകളാണ് സിനിമയ്ക്ക് ഉള്ളത് എന്നുള്ളതാണ്. അതായത് 6.56 ലക്ഷം രൂപയാണ് സിനിമയ്ക്ക് ഇതുവരെ റിയൽ ടൈം റീസെയിൽ കേരളത്തിൽ നിന്ന് വന്നിരിക്കുന്നത്. എന്നാലും അടിച്ചു തൂക്കും എന്നുള്ളതിന് യാതൊരു സംശയമില്ല. ഈ വർഷം മോഹൻലാൽ 1000 കോടി തികയ്ക്കുന്ന വർഷമായിരിക്കും ഒരു കലണ്ടർ വർഷത്തിൽ. അപ്പോൾ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരൊക്കെയാണ് ഈ സിനിമയ്ക്ക് കാത്തിരുന്നവർ? ടിക്കറ്റ് ബുക്കിംഗ് അറിയാത്തവരാണെങ്കിൽ അതിൻ്റെ ഒരു അനൗൺസ്മെൻറ്റായി നിങ്ങൾ കാണുക. ഒപ്പം ആരൊക്കെയാണ് ആദ്യ ദിനം ഈ ഒരു സിനിമ കാണാൻ പോകുന്നത്? ഒരു മലയാള സിനിമയല്ല എന്നുള്ളത് നമുക്കറിയാം, അന്യഭാഷാ ചിത്രം തന്നെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും പറയാം. താങ്ക് യു. ലാൽ സലാം.